അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ പറയാൻ പോകുന്നത് സൗദി അറേബ്യയിലെ മക്കയിലുള്ള വിശുദ്ധ കഅബയുടെ തെക്കുകിഴക്കൻ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന പവിത്രമാക്കപ്പെട്ട കല്ലായ ഹജറുൽ അസ്വദിനെ കുറിച്ചാണ്. ഇത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അള്ളാഹു നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിൽ ഹജറുൽ അസ്വദ് പ്രതിഷ്ഠിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണെന്ന് വിശ്വസിക്കുന്നു. അത് മഞ്ഞിനേക്കാൾ വെളുപ്പ് നിറമുള്ളതായിരുന്നു. പിന്നീട് ആദം സന്തതികളുടെ പാപത്താൽ അത് കറുത്തുപോകുകയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കഅബ ഷരീഫ് ആദ്യം കല്ലുകളാൽ നിർമ്മിതമായ എടുപ്പുകളായിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അതിന് 9 മുഴത്തോളം ഉയരമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കൂട്ടം കള്ളന്മാർ കഅബ മോഷ്ടിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. പിന്നീട് അതിൽ വിള്ളലുണ്ടാവുകയും ശക്തമായ വെള്ളപ്പൊക്കത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മാണത്തിൽ പങ്കെടുത്തിരുന്നതുകൊണ്ട് തന്നെ അതിൽ പവിത്രത കൈവന്നുവെങ്കിലും നിർമ്മാണം പൂർത്തിയായപ്പോൾ പവിത്രമായ ഹജറുൽ അസ്വദ് ആര് എടുത്തു വെക്കും എന്ന വിഷയത്തിൽ തർക്കമായി. ഓരോ ഗോത്രവും ഞങ്ങളാണ് അത് എടുത്തു വെക്കാൻ കൂടുതൽ അർഹരെന്ന് അവകാശപ്പെട്ട് തർക്കം തുടങ്ങി. ഹറമിൽ അതിൻ്റെ പേരിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടു. അങ്ങനെ പ്രശ്നം പരിഹരിക്കാനായി ഒരു മധ്യവയസ്കൻ അവിടെ നിന്ന് എഴുന്നേറ്റു നിന്നു. എന്നിട്ട് പറഞ്ഞു, പള്ളിയുടെ കവാടത്തിലൂടെ ആരാണ് ആദ്യം വരിക എന്ന് നോക്കുക. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുക എന്നതായിരുന്നു. അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അങ്ങോട്ട് ആദ്യം വന്നത് അൽ അമീൻ അഥവാ വിശ്വസ്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതിനാൽ ആർക്കും തന്നെ എതിർപ്പുണ്ടായിരുന്നില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗിയായി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഹജറുൽ അസ്വദ് ഒരു വിരിപ്പിൽ വെച്ച് എല്ലാ ഗോത്രത്തിലെ പ്രമാണിമാരെ കൊണ്ടും വിരിപ്പിൻ്റെ ഓരോ ഭാഗത്തായി പിടിച്ചുയർത്താൻ ആവശ്യപ്പെട്ടു. അതായിരുന്നു ആ പ്രശ്നത്തിൻ്റെ ഭംഗിയായ പരിഹാരവും. ഹജറുൽ അസ്വദ് പിടിച്ചുയർത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സായിരുന്നു. ഈ കഥയിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ ദർശിക്കാനാവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധ ഭവനത്തിൻ്റെ അടിത്തറ പണിതപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തു. പ്രവാചകന്റെ പരിശുദ്ധ കരങ്ങളാൽ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിലൂടെ അള്ളാഹു മാനവ സമൂഹത്തെ കണ്ണിച്ചേർത്ത പ്രവാചകരുമായി അള്ളാഹു ബന്ധിപ്പിക്കുകയും ചെയ്തു. എല്ലാ മുസ്ലിമുകൾക്കും ഹജ്ജും ഉംറയും ചെയ്യാനും പരിശുദ്ധ കഅബയെ ദർശിക്കാനും ഹജറുൽ അസ്വദ് മുത്താനും വിധിയുണ്ടാകട്ടെ എന്ന് നാഥനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.